വിശ്വട്ടാ, എന്താ തിയേറ്റർ തുറക്കാൻ പരിപാടി ഉണ്ടോ? ഏയ്, അടച്ചുകൂട്ടിയാലും മാറ്റിനിയുടെ നേരാകുമ്പോ ഇവിടെ വന്ന് കുറച്ചു നേരം ഇങ്ങനെ ഓർമ്മ വെച്ച കാലം മുതൽ ശീലിച്ചു പോയതല്ലേ. ഉണ്ണിക്ക് ഓർമ്മയുണ്ടോ? കുട്ടിക്കാലത്ത് നീ വാശി പിടിച്ച് കരയുമ്പോൾ നിന്റെ അച്ഛൻ ഇവിടെ കൊണ്ടുവരും. അപ്പൊ ഈ ഓട്ടെ കൂടെ സിനിമ കാണിക്കും നിന്നെ. അതോടെ നിന്റെ കരച്ചിൽ നിൽക്കും. തിരിച്ചു പോകുമ്പോ വിശ്വേട്ടന്റെ വക ഒരു തുണ്ട് ഫിലിമും കിട്ടുമായിരുന്നു. അതുകൊണ്ടൊക്കെ ആയിരിക്കും സിനിമ എന്റെ രക്തത്തിൽ അലിഞ്ഞു കിടന്നു. നിന്റെ സിനിമയുടെ കാര്യങ്ങൾ ചോദിച്ച് ഞാൻ വിഷമിപ്പിക്കുന്നില്ല. ആവുമ്പോ നീ എന്നോട് പറയുമെന്ന് എനിക്കറിയാം. ശരിക്കും പറഞ്ഞാല് സിനിമയെ നിലനിർത്തുന്നത് ഞങ്ങളുടെ കാശ. നിർമ്മാതാവ് വിതരണക്കാരൻ്റെ അഡ്വാൻസ് വാങ്ങും, വിതരണക്കാർ ഞങ്ങളുടെ. കോടികൾ മുടക്കി സൂപ്പർ താരങ്ങളുടെ പടമാണെന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് നാട്ടുകാരുടെ ഒന്ന് അഡ്വാൻസ് വാങ്ങാൻ പറ്റും. ആയിരത്തിൽ ലക്ഷങ്ങളാണ് ഞങ്ങൾക്ക് കിട്ടാനുള്ളത്. പിടിച്ചു നിൽക്കാൻ പറ്റാതാവുമ്പോൾ ഓരോരുത്തരായിട്ട് ഇങ്ങനെ പൂട്ടും. ഏഷ്യാനെറ്റ് അവാർഡ് കാണാടാ. ആ, മിടുക്കന്മാരെ അവാർഡ് മേടിക്കും. അതില്ലാത്ത ഒരു വീട്ടിലിരുന്ന് ടിവിയിൽ കണ്ട് രസിക്കും. വേണ്ട, എന്താന്ന് വെച്ചാൽ കണ്ടോ. വേണ്ട വേണ്ട, അച്ഛൻ കണ്ടോട്ടെ. പിടിച്ച്. അവാർഡ് വാങ്ങാൻ ആൾക്കാരിങ്ങനെ സ്റ്റേജിലേക്ക് കയറണത്, വാങ്ങിയിട്ട് എന്തൊക്കെയാ പറയണത്, ഇതൊക്കെ അച്ഛനോട് പഠിക്കാനുള്ളതല്ലേ. അടുത്ത കൊല്ലം അച്ഛന് പോയി വാങ്ങാനുള്ളതാ മോനെ. അച്ഛൻ സമ്മാനം വാങ്ങുന്ന നമുക്കും ടിവിയിൽ കാണാല്ലേ. എന്തിനാ മോനെ ടിവിയിൽ കാണുന്നു? സമ്മാനം വാങ്ങിക്കാൻ നമുക്കും പോയി കൂടി തിരുവനന്തപുരത്തേക്ക്. അവിടെ ചെന്നാ ചിലപ്പോ അവർ അമ്മക്കും തരും ഒരു അവാർഡ്. നിന്റെ അച്ഛനെ പോലത്തെ ഒരാളെ സഹിക്കുന്നതിന് സഹനടിക്കുള്ള അവാർഡ് ഇല്ലേ ഉണ്ണിയേട്ടാ? അതെ അച്ഛൻ, ഞങ്ങളെയും കൊണ്ടുപോകും തിരുവനന്തപുരത്തേക്ക്. എന്തായി സിനിമക്കാരെ സഹായിക്കാൻ പലിശക്കെടുത്ത കാശിന്റെ കാര്യം? കൊടുത്തല്ലോ. അത് ശരി, ഉണ്ണിയുടെ നുണ പറയാനും തുടങ്ങിയല്ലേ? 50,000 പലിശയും ചോദിച്ച ആള് വന്നിരുന്നു സ്കൂളിലേക്ക്. ഉണ്ണി പറഞ്ഞ സമയമെല്ലാം തെറ്റിച്ചു, അതുകൊണ്ടാ ടീച്ചറെ കാണാൻ വന്നതെന്ന്. അപ്പൊ തന്നെ ഞാൻ വേണുസാറിനെ കിഷോറിനെ വിളിച്ച് അന്വേഷിച്ചു. ഇനി അവരെന്നാണോ സ്കൂളിലേക്ക് വരിക? സ്കൂളിൽ പിന്നെ നല്ല പേരാണല്ലോ ഉണ്ണിയേട്ടന്. ഇതെല്ലാം ഉണ്ണിയേട്ടൻ എന്തെങ്കിലും ആവശ്യത്തിന് വാങ്ങിയതാണെങ്കിൽ വിരോധമില്ല, ഞാൻ വീട്ടിക്കോളാം. ഇതിപ്പോ അങ്ങനെയാണോ? ശരിയാ, സാമാന്യം ഭേദപ്പെട്ട ശമ്പളമുള്ള ജോലി തന്നെ എനിക്ക്. അതുകൊണ്ട് തന്നെയാ നമ്മൾ പിടിച്ചു നിൽക്കുന്നതും. ഒരു വീടെങ്ങനെയാ നടന്നു പോണെന്ന് ഉണ്ണിയേട്ടന് വല്ല ബോധ്യമുണ്ടോ? സാധനങ്ങളുടെ വില ദിവസം ദിവസം കൂടിക്കൊണ്ടിരിക്കുക. പിന്നെ നമ്മള് മൂന്നാളുടെ ഓരോരോ ചെലവുകള്, ഇതെല്ലാം ആവാം. അതൊന്നും കൂടാതെ ഉണ്ണിയേട്ടന്റെ കൂട്ടുകാരി വരുത്തി വെക്കുന്ന ബാധ്യതകൾ, അതും കൂടെ ഞാൻ അഫോർഡ് ചെയ്യണോ? ബുദ്ധിമുട്ടാ, ശരിക്കും ബുദ്ധിമുട്ട്. ഒരു കാര്യം കൂടി മനസ്സിലാക്കിക്കോ, ഇങ്ങനെ തുടർന്നു പോയാ ഉണ്ണിയേട്ടന് ഒരിക്കലും സിനിമ ചെയ്യാൻ പറ്റില്ല. ഇനിയെങ്കിലും ഒന്ന് മാറി സഞ്ചരിച്ചില്ലെങ്കിൽ ഉണ്ണിയേട്ടന് സ്വപ്നങ്ങൾ മാത്രമാവില്ല, കുടുംബവും നഷ്ടപ്പെടും. നമ്മളൊക്കെ സ്വപ്നജീവികളാ. ജീവിക്കാൻ അറിയാത്ത, കുടുംബം എന്താണെന്നറിയാത്തവർ സ്വപ്നജീവികൾ. വർമാജിയുടെ ഒരു വിവരമില്ല. ആ ക്യാമറക്കാർ ചെക്ക് കേസാക്കി, ഇനി കോടതി. എല്ലാം കൊണ്ട് ഈ ഫിലിം ഇൻഡസ്ട്രി എന്നെ നശിപ്പിക്കും. ചിലപ്പോ എന്റെ വീടും. അവള് പറഞ്ഞ ശരിയാ, മാറി സഞ്ചരിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. നീ എന്താ പറഞ്ഞു വരുന്നത്? സിനിമ എവിടെ എത്താത്ത നിലയ്ക്ക്, എത്താൻ സാധ്യതയില്ലാത്ത നിലയ്ക്ക് ഞാൻ തീരുമാനിച്ചു. ഒട്ടും സന്തോഷത്തോടെയല്ല, നിവൃത്തിയിടുകൊണ്ടാ. പോവാടാ എങ്ങോട്ടെങ്കിലും. ജമീൽ, ഉള്ളി ഉണ്ടോ എടുക്കാൻ? പരിപ്പ് അടുപ്പത്തിട്ട് നോക്കിയപ്പോഴാ ഉള്ളി ലെവലേശല്ലേ വീട്ടില്. മോളെ രസ്യ, ടീച്ചർക്ക് ഇത്തിരി ഉള്ളി എടുത്തു കൊടുത്തേ. ഇന്ന് ഹർത്താലായതുകൊണ്ട് ടീച്ചർക്ക് വീട്ടിൽ തന്നെ ഇരിക്കാൻ പറ്റിയല്ലേ? ഇടക്കിടക്ക് ഇങ്ങനെ ഹർത്താൽ വരണതേ ഒരു രസം തന്നെയാണല്ലേ? നല്ല രസം തന്നെയാ. ചെന്നില്ലെങ്കിലേ ലീവ് ഒന്ന് പോയി കിട്ടും. എന്നാ അങ്ങോട്ട് എത്താനുള്ള വഴി സർക്കാർ ഉണ്ടാക്കി തരുമോ? അതുമില്ല. അതുകൊണ്ട് ഇപ്പൊ സ്വന്തം ആവശ്യത്തിനൊക്കെ ലീവില്ലേ ബാവുക്ക? ഒക്കെ ഹർത്താലുണ്ടോ? അല്ല ടീച്ചറെ, ഉണ്ണി ഗൾഫിൽ പോവാന്ന് കേട്ടല്ലോ. ആ, ഞാനും അത് ചോദിക്കണോന്ന് വിചാരിച്ചാണ്. ഗൾഫിലേക്കോ?
എന്റെ ഭർത്താവ് ഉണ്ണിയുടെ കാര്യം തന്നെയല്ലേ പറയണത്? എന്നാ പിന്നെ കാക്ക മലന്ന് പറക്കും. സംഗതി എന്നോടും പറഞ്ഞു. ഞാനത് അപ്പോഴേ വിട്ടു. ഈ ഒറ്റപ്പാലോ സിനിമയൊക്കെ വിട്ട് ആളെങ്ങോട്ട് പോവാനാ? കരക്ക് വെച്ചിട്ട് മീന്റെ ഓലയോ ഓട്ടെ പരിപ്പ്. കടലിനക്കരെ പോണോരേ, കടലിനക്കരെ പോണോരേ, പോയി വരുമ്പോൾ എന്തു കൊണ്ടുവരും? കൈ നിറയെ പോയി വരുമ്പോൾ ടണ്ടറടണ്ടങ്, പോയി വരുമ്പോൾ എന്തു കൊണ്ടുവരും? അങ്ങനെ പറഞ്ഞാൽ ശരിയാവില്ല. 7 ആർട്സിന്റെ പടം 17-ാം തീയതി തുടങ്ങിയ ഉണ്ണിയേട്ടൻ തന്നെ അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്യണമെന്ന് പ്രൊഡ്യൂസർക്ക് ഒരേ നിർബന്ധം. ഈ പടം കഴിഞ്ഞാൽ ഉണ്ണിയേട്ടന്റെ പടം നമുക്ക് ആ പ്രൊഡ്യൂസറെ കൊണ്ട് തന്നെ ചെയ്യിക്കാം. ആ കാര്യം ഞാൻ ഏറ്റു. വേണ്ടതേ, ഇനി ഇതും പറഞ്ഞുകൊണ്ട് നടന്നാൽ ശരിയാവില്ല. ഞാൻ ഫോണിലൂടെ പറഞ്ഞല്ലോ, ഒരു വിസ തോന്നുന്നുണ്ട്. ശനിയാഴ്ച ദുബായിക്ക് പോവാം. അപ്പൊ ശ്യാമ ടീച്ചറെ, ഹസ്ബൻഡിന് ഡോക്ടറേറ്റ് കിട്ടിയ ചെലവ് ഇതിലൊതുക്കാൻ പറ്റില്ല. പറഞ്ഞ നേരാട്ടോ. എന്താ വേണ്ടെന്ന് വെച്ചാ പറഞ്ഞോളൂ. വൈറ്റ് പാലസിൽ ഒരു ലഞ്ച് ആയിക്കോട്ടെ. ആയിക്കോട്ടെ ആയിക്കോട്ടെ. എടുക്കും മഞ്ജു. എന്താ മഞ്ജു ടീച്ചർ ആകെ മൂടിയായിരിക്കുന്നേ? വന്നപ്പോ തൊട്ട് ഞാൻ ശ്രദ്ധിക്കാം. അല്ല, ഞാനിങ്ങനെ ഓരോന്നൊക്കെ ഓർത്ത്. എന്തേ ഇത്ര ഓർക്കാൻ? ഉണ്ണിയേട്ടൻ ഉണ്ണിക്ക് എന്താ പറ്റിയത്? ഉണ്ണിയേട്ടൻ ഗൾഫിലേക്ക് പോവാ. ഇതിനാണോ മഞ്ജു ഇത്ര സങ്കടപ്പെട്ടിരിക്കുന്നത്? നല്ല കാര്യല്ലേ? പോട്ടെ, പോയി ജോലി ചെയ്യട്ടെ. അല്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് ഒരാളുടെ ശമ്പളം കൊണ്ട് മാത്രം എങ്ങനെ ജീവിക്കാനാ? വൈകിയാണെങ്കിലും ഉണ്ണിക്ക് അങ്ങനെ തോന്നിച്ചത് വളരെ നല്ല കാര്യമാണ്. ഒരാള് കഷ്ടപ്പെട്ട് ജോലി ചെയ്യുക, വേറെ ആൾ അതിന്റെ തണലിൽ സുഖിച്ചു നടക്കുക. ഇതൊക്കെ എത്ര കാലം പറ്റും? ശരിയല്ലേ മഞ്ജു? സിനിമ എന്ന് പറഞ്ഞ് തേരാ പാര നടന്ന് എത്ര കാലം കഴിച്ചു? സിനിമയിലൊന്നും അയാൾ ഗതി പിടിക്കാൻ പോകുന്നില്ല. അതുമല്ല, സഹായിക്കാൻ വന്ന ഒരു പാവം നിർമ്മാതാവിനെ തല്ലി ചതച്ച ആളല്ലേ? കുടുംബം നോക്കാത്തൊരു താന്തോന്നി പാവ നിർമ്മാതാവിനെ തല്ലിച്ചതച്ച് നന്ദി കെട്ടവൻ. മറ്റുള്ളവർക്ക് അങ്ങനെയായിരിക്കും, പക്ഷെ എനിക്ക് ഓക്കെ, ഒരു റിഹേഴ്സൽ നോക്കാം. ആ പ്രമോദ, നമ്മൾ തുടങ്ങുന്നത് ആസിഫിന്റെ ടൈറ്റിൽ നിന്ന് അവിടെ നിന്ന് വൈഡ് ചെയ്ത് വന്നിട്ട് ഒരു മിനിറ്റ്. നമ്മൾ ഈ ഫസ്റ്റ് ബീജത്തിൽ തുടക്കം 6 ഗേൾസ് മാത്രമായിട്ട് വരിക. അതിനുശേഷം മറ്റ് ഗേൾസ് ഹീറോ വന്നല്ലോ. ഹായ്. ഹലോ ആസിഫ്. ഇവിടെയാണ് ഞാൻ സോങ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. കെ ജോസ് ജിമ്മി ചിപ്പ് എത്തിയില്ല. എത്തും. എവിടെ ഹെലികോപ്റ്റർ? ഹെലികോപ്റ്റർ എത്തിയില്ലല്ലോ. ഓർഡർ കൊടുത്തിട്ടുണ്ട്, ഇപ്പൊ എത്തുന്നേ. ഈ സോങ്ങിന് ഹെലികോപ്റ്റർ കമ്പൽസറിയാണ്. ഫസ്റ്റ് ഷോട്ട് ഞാൻ അങ്ങനെയാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഹെലികോപ്റ്റർ എത്തില്ലേ? എത്തുന്നേ. എത്തുമല്ലോ. ആസിഫ്, ഞാനൊന്ന് ഷോട്ട് പ്ലാൻ ചെയ്യട്ടെ. ഈ സോങ് ഞാൻ ഷൂട്ടിംഗ് തുടങ്ങുന്നതിന്റെ തലേ ദിവസം വരെ അവൻ എന്നെ ജോസാറേന്ന് വിളിച്ചു. ഇപ്പൊ അവൻ വിളിക്കുന്നത് കേട്ടില്ലേ? കെ ജോസേന്ന്. അവന്റെ അമ്മയുടെ ഒരു ഹെലികോപ്റ്റർ. എന്റെ പൊന്ന ആസിഫെ, എനിക്ക് പറ്റിയ ഏറ്റവും വലിയൊരു അബദ്ധമാണ് ദേ അവൻ. ഷൂട്ടിംഗ് തുടങ്ങിയ അന്ന് തന്നെ എനിക്ക് മനസ്സിലായി ഇവൻ ഒരു പുണ്ണാക്കും അറിയില്ലെന്ന്. അപ്പൊ തന്നെ അസോസിയേറ്റ് ഡയറക്ടറായ ഒറ്റപ്പാല ഉണ്ണിയെ വിളിച്ചു വരുത്തി. മാർസില മുത്തപ്പന്റെ അനുഗ്രഹം കൊണ്ട് അന്ന് മുതൽ കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് പോകുന്നു. ഉണ്ണിച്ചേട്ടനുണ്ടെന്നുള്ള ഒറ്റ ധൈര്യത്തിനാ ഞാനും വന്ന്. പിന്നെ കെ സാറിന്റെ പടവും. അല്ല, ഉണ്ണിച്ചേട്ടൻ അവിടെ? ഉണ്ണി, ഹീറോ ഉണ്ണിച്ചേട്ടാ കണ്ടോ? പറഞ്ഞ സമയത്തിന്റെ അവൻ വന്നു. ഹെലികോപ്റ്റർ എത്തിയോ? എത്തും. എന്നിട്ട് എവിടെ? അവിടുന്ന് പുറപ്പെട്ടു. വല്ല ട്രാഫിക് ജാം. ഹെലികോപ്റ്റർ ഇല്ലാതെ ഞാൻ ഷൂട്ട് ചെയ്യത്തില്ല. ഉണ്ണി, എന്താണെന്ന് ചെയ്തോ? ഉണ്ണി, നീ അവിടെ നിന്നേ. അവൻ ഇത് എപ്പോഴും ഉള്ളതാ.
നീ എങ്ങനെയെങ്കിലും ഇതൊന്ന് എടുത്തതാ. അയ്യോ അത് അതെ ഉണ്ണിച്ചേട്ടൻ എടുത്താൽ ആ, മതി ആ, ആ. എന്താ പിന്നെ ആസ്പത്രി 5 മിനിറ്റ് ചെല്ലിയല്ലേ ദേ അവിടെയുണ്ട്. കേട്ടോടി മാസ്റ്റർ ഒന്നുകൂടി നോക്കാം. ആസിഫേ ഉണ്ണിയേട്ടാ. റെഡി റെഡി പാർവതി സർ സ്റ്റാർട്ട് സൗണ്ട്. ഇവിടെ നിന്നിട്ട് കാര്യമില്ല, ഭക്ഷണം കിട്ടില്ല. ചേട്ടന്റെ വേറെ വല്ല പണി ഉണ്ടെങ്കിൽ നോക്ക്. ഛെ, നിങ്ങളോടല്ലേ പറഞ്ഞ മാറിക്കാൻ. കാലത്തന്നെ ഓരോരുത്തർ വലിഞ്ഞു കയറി വന്നോളൂ. ഇവിടെ ടോക്കൺ ഉള്ളവർക്ക് തന്നെ തികയണില്ല, പിന്നെ ഞാൻ എന്താ ചെയ്യാ? എന്താ പ്രശ്നം? ടോക്കൺ ഇല്ല ഉണ്ണിയേട്ടാ, ആരുടെക്ക് കൂടെ വന്നിട്ടുള്ളതാ. ഇന്നാണെങ്കിൽ കണക്കിന് കൂടുതൽ ആൾക്കാർ വന്നിട്ടുണ്ട്. ഫുഡ് ഇത്തിരി ഷോർട്ടാ. മോളുടെ കൂടെ വന്നതാ. ചേട്ടൻ വാ വാ. ആ. അവിടെ കൊടുക്ക. രാവിലെ ഒന്നും കിട്ടിയില്ല. മോളോട് ഞാൻ കഴിച്ചു എന്നാ പറഞ്ഞേ. ഇല്ലെന്നറിഞ്ഞാ അവക്ക് വിഷമാവും. കഴിക്ക്. സാറേ എന്റെ മോളാ. ആ ഇരിക്ക്. എന്താ പേര്? മഞ്ജു. അഭിനയിച്ച് പേരെടുക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല. ഇതിൽ നിന്ന ദിവസം 150 രൂപ കിട്ടും. എനിക്ക് വയ്യ. കുട്ടിയുടെ അമ്മയാണെങ്കിൽ കിടപ്പില്ല. താഴെ ഒരു അനിയത്തി കുട്ടിയുണ്ട്. ഇങ്ങനെ കിട്ടുന്നുണ്ടൊക്കെ കഴിഞ്ഞു പോണത്. BA വരെ പഠിച്ച കുട്ടിയാ. കല്ലും മണ്ണും ചോക്കാൻ പറഞ്ഞു വയ്ക്കാൻ പറ്റുമോ? അടുത്ത് തന്നെ എന്റെ സിനിമ ഉണ്ടാവും. ഞാൻ സ്വതന്ത്ര സംവിധാനം എന്ന സിനിമ വരികയാണെങ്കിൽ കുറച്ചുകൂടി മെച്ചപ്പെട്ട വേഷം തരാം. ഇതിനേക്കാൾ കൂടുതൽ പൈസയും കിട്ടും. വലിയ ഉപകാരം മോനെ. ഞങ്ങൾ വരാം. ഗുഡ് മോർണിംഗ് സാർ. അവിടെ മാറ്റിയിട്ടേക്ക്. അതെ, നാളെ 8 മണിക്ക് നമ്മുടെ ഉണ്ണിയുടെ പടത്തിന്റെ സ്വിച്ച് ഓൺ. ആരാ സ്വിച്ച് ഓൺ ചെയ്യുന്നതെന്നോ? അതെന്തു ചോദ്യാടോ? അത് നമ്മുടെ പത്മശ്രീ ഭരത് മോഹൻലാൽ തന്നെയാ. ആയിക്കോട്ടെ, ഞാൻ വിളിക്കാലോ. ഓ അതിനെന്താ സാറേ. ഓ നമസ്കാരമുണ്ട്. സാറിന്റെ എത്രാമത്തെ പടമായത്? പടം കുറെ ആയി. ആരിതൊക്കെ എണ്ണുന്നു. നാളെ ആർട്ടിസ്റ്റ് ഉണ്ടാവും. അത് ഡയറക്ടർ ആണെന്ന് പറഞ്ഞ ഒരുത്തൻ അവിടെ ഉണ്ടാവും. അവനോട് പോയി ചോദിക്കും. അപ്പൊ ലൊക്കേഷൻ? അത് കൺട്രോളർ എന്നും പറഞ്ഞ് 3-4 ഫോണുമായിട്ട് ഒരുത്തൻ താഴെ ഉണ്ടാവും. അവനോട് ചോദിക്കും. ഞാൻ ഇതൊന്നും അന്വേഷിക്കാറില്ല. ആടോ അയ്യടാ, പിന്നെ ഇയാൾക്ക് എന്ത് മാങ്ങാത്തൊലി അറിയാം? ഇതൊന്നും എന്നോട് പറയണ്ട. നിങ്ങൾ എന്താന്ന് വെച്ച് ആലോചിച്ചിട്ട് ചെയ്യ്. ശരി. നോക്കി നോക്കി അതെ ഉണ്ണിയാ. പതുക്കെ കയറണം. ഞാൻ റിസപ്ഷനിലുണ്ട്. ഒരു 10-15 ജൂനിയർ ആർട്ടിസ്റ്റ് മതിയാവും. ദേ ഉണ്ണി സാർ. ലൊക്കേഷനിലേക്ക് ഞാൻ വരുന്നുണ്ട്. ഉണ്ണി സാറേ. ആയിക്കോട്ടെ. ശരി, ഞാൻ വിളിച്ചോളാം. എങ്ങനെ വന്നത്? 2:30 ട്രെയിൻ കിട്ടി. നിങ്ങൾക്ക് കൈരളി ഹോട്ടലിലെ റൂം പറഞ്ഞിരിക്കുന്നു. അവിടെ മാനേജർ സാറേ, ഈ കുട്ടിയോട് പ്രൊഡ്യൂസർ ഒന്ന് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. സാറിന് പരിചയപ്പെടാൻ വേണ്ടിയിട്ടായിരിക്കും. നമുക്ക് റൂം വരെ പോയിട്ട് നടക്കാൻ. ചേട്ടൻ ഇരുന്നോളൂ, ഞാൻ കൂടെ പോയിട്ട് വരാം. സാറേ, ഉണ്ണി, ഏത് വേഷമായി കുട്ടി ചെയ്യണത്? ഗായത്രിയുടെ. ഓ, അച്യുതൻകുട്ടിയുടെ മോളുടെ. ഏത് അച്യുതൻകുട്ടി? അല്ല, രാമൻകുട്ടിയുടെ മോളുടെ. രാമൻകുട്ടി അച്യുതൻകുട്ടി ഒന്നുമല്ല സാറേ. കൃഷി ഓഫീസർ ഗായത്രിയുടെ റോള്. ഓ, അതെന്തെങ്കിലും ആവട്ടെ. ഉണ്ണി ചെല്ലേ. ഞാൻ ഈ കുട്ടിയോട് കാര്യങ്ങളൊക്കെ ഒന്ന് വിശദമായി സംസാരിക്കട്ടെ. ചെല്ലേ. അല്ല, അവര് യാത്ര ക്ഷീണിച്ചു വന്നിരിക്കുക. നാളെ രാവിലെ വന്നിട്ട് കണ്ടോളൂ. എടോ, ഞാൻ ഈ കുട്ടിയോടൊന്ന് സംസാരിക്കട്ടെ. താൻ ചെല്ലേ. ചെല്ലടോ. കുട്ടി ഇരിക്കൂ പ്ലീസ്. ഇരിക്കുന്നേ പ്ലീസ്. പേടിക്കൊന്നും വേണ്ട.
അയ്യോ എന്താ ഇത്? പ്ലീസ് സാർ ഉദ്ദേശിക്കുന്ന പോലത്തെ ഒരു കുട്ടിയല്ലത് പ്ലീസ്. ഉണ്ണി താൻ പോയിട്ട് നാളത്തെ കാര്യങ്ങൾ നോക്ക്. ഇതൊക്കെ എങ്ങനെ കൈകാര്യം ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. സാർ പ്ലീസ് ഈ കുട്ടി ഉപദ്രവിക്കരുത്. എടോ ഞാൻ ഈ പടത്തിന്റെ പ്രൊഡ്യൂസറാ. നീ പോയിട്ട്